ഹലോ ഗായ്സ്, കഴിഞ്ഞ ദിവസം ഞാനൊരു നീലിഭൃംഗാദി തൈലത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, താരനുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നീലിഭൃംഗാദി ബെനിഫിഷ്യൽ ആണെന്നൊക്കെ ഇവന് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ആക്ച്വലി താരനുള്ളപ്പോൾ ശരിക്കും നമ്മൾ മുടി വളരാനുള്ള എണ്ണകളോ മരുന്നുകളോ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇപ്പോൾ നീലിഭൃംഗാദി ബേസിക്കലി ഒരു ഹെയർ ഗ്രോത്ത് ഓയിലാണ്. തലയ്ക്ക് നല്ല തണുപ്പ് തരാനും മുടി വളരാനും സഹായിക്കുന്ന ഒരു എണ്ണയാണ്. അങ്ങനെയുള്ള തൈലങ്ങൾ കഴിവതും ഡാൻഡ്രഫ് ഉള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് കൂടുകയാണ് ചെയ്യുക. ഡാൻഡ്രഫ് സ്പെസിഫിക് ആയിട്ടുള്ള ഓയിലുകളും മരുന്നുകളും നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്യണം. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഫുഡ് ഹാബിറ്റ്സിലും ചെറിയ ചേഞ്ചസ് വരുത്തണം. കാരണം എന്താ വെച്ചാൽ ഡാൻഡ്രഫ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിലേക്ക് നമ്മൾ മാറണം, സ്റ്റിക്ക് ഓൺ ചെയ്യണം. വൈറ്റമിൻ സി ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ചെല്ലണം, വെള്ളം നന്നായി കുടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. എണ്ണ, ഇപ്പോൾ ആയുർവേദത്തിലെ ദുർദ്രപത്രാദി എന്ന് പറഞ്ഞൊരു എണ്ണയുണ്ട്. അത് പൊതുവിൽ ഡാൻഡ്രഫിന് വളരെ ബലം ചെയ്യുന്ന ഒരു എണ്ണയാണ്. ഞാൻ സ്റ്റിൽ പറയുന്നു, നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സീരിയസ് ഇൽനെസ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ ആദ്യം കൺസൾട്ട് ചെയ്യണം. ഡോക്ടറിന്റെ ഉപദേശത്തോടു കൂടി മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. ഇത് ഞാനൊരു ജനറൽ പ്രോട്ടോകോൾ മാത്രമാണ് പറയുന്നത്. ദുർദ്രപത്രാദി നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ കീറ്റോകോണസോൾ കോമ്പൗണ്ട് ചേർന്ന ഏതെങ്കിലും ഒരു ഷാമ്പുവോ ലോഷനോ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും, വീക്ക്ലി വൺസ് എങ്കിലും. അതൊരു 1 or 2 months നമ്മൾ ഈ ഒരു റെജിമെൻ ഫോളോ ചെയ്യുക. അതായത് ദുർദ്രപത്രാദിയും ഈ പറഞ്ഞ കീറ്റോകോണസോൾ ഒരുമിച്ച് ഫോളോ ചെയ്യുക. നമ്മൾ റെഗുലറായിട്ട് ഈ പ്രോഡക്ട്സ് രണ്ടും യൂസ് ചെയ്യരുത്. ബിക്കോസ് ഡാൻഡ്രഫിനുള്ള പ്രോഡക്ട്സ് നമുക്ക് റെഗുലർ യൂസേജിന് പറ്റുന്നതല്ല. ഡാൻഡ്രഫ് മാറിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഹെയർ ഗ്രോത്ത് ഓയിൽസ് ലൈക്ക് നീലഭൃംഗാദിയോ ഭൃംഗാമലകാദിയോ ബൃഹത് ഭൃംഗാമലകാദിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ ഭക്ഷണത്തിലുള്ള ഈ മാറ്റങ്ങളും വരുത്തുക. പിന്നെ നമുക്ക് ഒരു ഹോം റെമഡി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ തൈര്, ചെറിയുള്ളി, കറ്റാർ വാഴ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒരു ഹെയർ പാക്കായിട്ട് നമുക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം. അതായത് തല എണ്ണ തേച്ചിട്ട് ദുർദ്രപത്രാദി തേക്കുക ആദ്യം. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഈ കീറ്റോകോണസോൾ കോമ്പൗണ്ട് വെച്ച് അത് വാഷ് ഓഫ് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുക, ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. അതായത് തൈര്, ചെറിയുള്ളിയോ അല്ലെങ്കിൽ സബോളയോ കറ്റാർ വാഴ, ഈ 3 സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് ആ ഒരു മിശ്രിതം തലയിൽ നമുക്ക് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം. അതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അത് വാഷ് ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മൈൽഡ് കണ്ടീഷണർ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു വീക്ക്ലി ഹെയർ കെയർ റുട്ടീനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം ഡാൻഡ്രഫിനായിട്ട്. അപ്പം ഇത്രയും ആണ് സിംപ്ലസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം. ബാക്കിയുള്ള ഇനിയും വരുന്ന വ്ളോഗുകൾ എന്തെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഷെയർ ചെയ്യാം. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.